വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ട്രാവലിംഗ് അല്ല, ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. WMC എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം, വേൾഡ് മലയാളി കൗൺസിൽ പെൻസിൽവേനിയ റീജിയൻ നടത്തുന്ന ഒരു ട്രിബ്യൂട്ടാണ്. നമ്മുടെ ജോൺസൺ മാഷിന് ട്രിബ്യൂട്ട് നൽകിക്കൊണ്ട് ഒരു പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പം അതിന് ഇവിടെ കുറേ ഗായകരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അതൊക്കെ ഒന്ന് കാണാനും അവരെക്കുറിച്ച് ഒന്ന് അറിയാനും ഒക്കെ ആയിട്ട് ആ പാട്ടൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ചെറുതായിട്ട്, കാരണം നമ്മൾ എന്നും ചെയ്യുന്നത് ഒരു ട്രാവൽ വ്ളോഗൊക്കെയാണ്. അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് കാരണം എന്താ ചെയ്യുന്നതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഇൻവിറ്റേഷൻ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഇനി നേരെ പോന്നു. നമുക്കിനി ഇതിന്റെ ബാക്ക് എൻഡിലൊക്കെ എന്താ സംഭവിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ പോയി നോക്കാം. അതെ, അതൊക്കെ ഇനിയും കാണാം. അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ബാക്കി പ്രോഗ്രാംസ് ഒക്കെ എന്താന്നൊക്കെ നോക്കി ഇന്ന് നമുക്ക് എൻജോയ് ചെയ്യാം. ഹലോ, പേര് റെനി ജോസഫ്. എന്താണ് ഇവിടുത്തെ ഇന്ന് പരിപാടി? ഇന്ന് ജോൺസൺ മാസ്റ്ററുടെ ഒരു ട്രിബ്യൂട്ടാണ്. അപ്പോൾ അതിന് കേൾക്കാനൊക്കെ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. കേൾക്കാനും ഒരു പാട്ട് പാടാനും. പാട്ട് പാടുന്നുണ്ടോ? ഒരു പാട്ട്. ഏത് പാട്ടാണ് പാടുന്നത്? ആകാശമാകെ. ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി അതിൻ്റെ മൂളാകുമ്പോൾ. ആകാശമാകെ കണിമലർ കതിരുമായി പുലരി പോൽ വരൂ. താങ്ക് യു സോ. ഈ 2 പേർക്ക് എന്നെ മനസ്സിലായി. ഇനി അപ്പോൾ അവിടെ ചെന്ന മ്യൂസിക് എല്ലാം കൂടി അടിപൊളിയായിരിക്കും. അറിയില്ല, ഒരു ശ്രമം മാത്രമാണ്. ശ്രമമല്ല, ഇതിപ്പോൾ നന്നായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് അടിപൊളിയായിരിക്കും. താങ്ക് യു. അപ്പോൾ നമുക്ക് അത് കാണാം. ഇനി എപ്പോഴാണ് എത്ര പറഞ്ഞവര്? എൻ്റെ വളരെ അവസാനമാണ്. 14ാമത്തെ. അപ്പോൾ അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഈ പാട്ട് കേൾക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും നിൽക്കണം, കാണണം, എൻജോയ് ചെയ്യണം. ഓഫ് കോഴ്സ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കൈയ്യൊക്കെ അടി ചെയ്ത് തന്നോളാം. താങ്ക് യു. ഓക്കെ, പുറകിൽ നിന്ന്. താങ്ക് യു സോ. ഓക്കെ, അപ്പോൾ ഗുഡ് ലക്ക്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആളിലോട്ട് പോവാം. കുറേ ചേച്ചിമാർ ഇപ്പോൾ ഉണ്ട്. ചേച്ചിമാരോട് ചോദിച്ചു. ക്യാമറയിൽ നിന്ന് മുങ്ങി നടക്കുന്നുണ്ട് ഒരാൾ. അവിടെ നിൽക്ക്. എങ്ങോട്ടാ പോകുന്നത്? എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല, സുഖം. കുറെ നാളെ കണ്ടിട്ട്. അത് ഒത്തിരി നാളായി മോനെ. കോവിഡൊക്കെ ആയിട്ട് വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണോ? അല്ല, ജോലിക്ക് പോകുന്നുണ്ട്. ഇടയ്ക്കൊക്കെ തക്കുപിടിക്കുന്നുണ്ടല്ലേ? എന്താണ് ഇവിടെ പരിപാടി ഇന്ന്? ഇവിടെ ഇന്ന് ജോൺസൺ മാസ്റ്റർ ട്രിബ്യൂട്ട് പാട്ട് പരിപാടി. പാട്ട് പാടുന്നുണ്ടോ? ഇല്ല, പാടുന്നില്ല. പാട്ട് ആസ്വദിക്കാൻ വന്ന. പാട്ട് ആസ്വദിക്കുക മാത്രമുള്ള 2 വരി മൂളാമോ? മൂളുന്നില്ല. എന്നാലും ഞാൻ ഭയങ്കര പാട്ടുകാരെന്ന് കേട്ടിട്ടുണ്ട്. പാടത്തില്ല. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നന്നായി പാട്ട് പാടുന്നു. എന്നെ ഇവിടെ തല്ലി കൊല്ലും ഇപ്പോ. ഹസ്ബൻഡ് എന്റെ പാട്ട് ഹസ്ബൻഡ് മാത്രമേ ഞാൻ പാടി കൊടുക്കാറുള്ളൂ. ആണോ? ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. ഞങ്ങളുടെ വ്ളോഗ് കാണാറുണ്ടോ? എല്ലാം കാണാറുണ്ട്, എല്ലാം ലൈക്ക് ചെയ്യാറുണ്ട്. ഞാൻ ലൈക്ക് ചെയ്യാറില്ലേ? കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. എടുക്ക, ഒരു വോൾ എടുക്ക്, നോക്ക് ഇപ്പൊ ഉണ്ടോ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ സന്ദേശങ്ങൾ. എന്താണ് ഇവിടെ പരിപാടി നടക്കുന്നത്? സോ WMC വേൾഡ് മലയാളി കൗൺസിൽ പെൻസിൽവേനിയ പ്രൊവിൻസ്, ഓക്കെ, ഞങ്ങൾ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൺമറഞ്ഞു പോയ ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിനുള്ള ഒരു ശ്രദ്ധാഞ്ജലി എന്നുള്ള രീതിയിലാണ് നമ്മൾ പരിപാടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മാത്രം കേട്ടുകൊണ്ട് ഒരു സായാഹ്നം, പാട്ടിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ആ രീതിയിൽ എൻജോയ് ചെയ്യാന്നുള്ള രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. അതെ. അപ്പം എന്താണ് സിജോങ്ങൾ ഇതിന്റെ ഭാരവാഹിയാണോ? എന്താണ്? അതെ, ഞാൻ പെൻസിൽവേനിയ പ്രോവിൻസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അതെ. ഓക്കെ. അപ്പോൾ അതുപോലെ സന്തോഷങ്ങളുണ്ട്. സന്തോഷങ്ങൾ എന്താ ഇതിന്റെ WMCയുടെ ചെയർമാനാണ് ഇവിടുത്തെ പെൻസിൽവേനിയ പ്രോവിൻസിന്റെ. ഈ WMC ലൈക്ക് കുറെ റീജിയൻ ഉണ്ടല്ലോ പെൻസിൽവേനിയ, അതോ കംപ്ലീറ്റ്ലി നടത്തുന്നതാണോ? പെൻസിൽവേനിയയിൽ ഒരു റീജിയൻ മാത്രം, ഓരോ സ്റ്റേറ്റിൽ ഓരോ റീജിയൻ, അങ്ങനെയാണ് അത്. നമുക്ക് പല റീജിയൻസ് ഉണ്ട്, അതായത് എല്ലാ കോണ്ടിനെന്റ്സിലും റീജിയൻസ് ഉണ്ട്. അങ്ങനെ അമേരിക്ക എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ ഒരു റീജിയൻ ആണ്, അതിനകത്ത് പല പ്രൊവിൻസസ് ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചിലത് കണ്ടിട്ടുണ്ട് WMC ഒക്കെ വീടൊക്കെ വെച്ച് നാട്ടിൽ കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടിയാണോ അത് ചെയ്യുന്നതൊക്കെ? അങ്ങനെയൊക്കെ വരുന്നതൊക്കെ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ റീജിയന്റെ ബേസിലുള്ള പ്രോഗ്രാം കാണും. ഇപ്പോൾ ഞങ്ങളുടെ WMC പെൻസിൽവേനിയ പ്രോവിൻസ് നാട്ടിൽ ഒരു വീട് വെക്കുന്നതിനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം പാട്ടുമായിട്ട് നല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ പാട്ട് പാടുമോ? ഇല്ല, പാട്ട് പാടത്തില്ല, പാട്ട് ആസ്വദിക്കും.
ഞാൻ ചോദിക്കുന്ന എല്ലാവരും തന്നെ പറയുന്നത് പാട്ട് ആസ്വദിക്കും, പാട്ട് പാടുന്നില്ലെന്ന്. പക്ഷേ പാട്ട് പാടുന്ന ആൾക്കാർ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറേ നല്ല പാട്ടുകൾ ഇനി കേൾക്കാം. തീർച്ചയായും. അപ്പം ഈ പരിപാടി നന്നായി നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് എൻജോയ് ചെയ്ത് നല്ലൊരു വിജയം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ വ്ളോഗിന് ഞങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട്, ഞങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യാറുണ്ട് അല്ലേ? വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. ഇനിയും താങ്ക്സ് ഫോർ ദ സപ്പോർട്ടിലേക്ക് പോകട്ടെ. അപ്പോൾ നമ്മുടെ കൂടെ നല്ലൊരു ഗായകൻ കൂടെയുണ്ട്, ശബരി അങ്കിൾ, ന്യൂയോർക്കിലുള്ള. ശബരി അങ്കിൾ നമസ്കാരമുണ്ട്. ഒരുപാട് നാളെ കണ്ടിട്ട് കുറേ നാളായി. നമ്മളന്ന് ഷോയിലൊക്കെ വന്ന് പരിചയപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. അതെ അതെ. അത് കഴിഞ്ഞ് പിന്നെ കണ്ടില്ലല്ലേ? പിന്നെ കണ്ടില്ല. പിന്നെ കാണാൻ നമ്മൾ കാണാൻ സമ്മതിച്ചില്ലല്ലോ, കോവിഡല്ലേ? അതെ. ശബരി അങ്കിൾ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറയാം, നല്ലൊരു ഡയറക്ടറാണ്, പിന്നെന്താ പറയുക, നല്ലൊരു സിംഗറാണ്. ഞാൻ എന്തൊക്കെയാ പറയണ്ടേ? അതെ, ഞാൻ ഒരു 1-2 വർഷം മുന്നേ എന്നെ നന്നായിട്ടൊന്ന് ഇന്റർവ്യൂ ചെയ്തതല്ലേ. അപ്പോൾ അന്ന് നമ്മുടെ ഐ ലവ് യു ഒക്കെ ഇറങ്ങിയിട്ടുള്ള ആ സമയമായിരുന്നു, ഷോർട്ട് ഫിലിമൊക്കെ. അപ്പോൾ ആ സമയത്ത് അതിനെ പറ്റിയൊക്കെ ഒരു നല്ല ഒരു സപ്പോർട്ടായിരുന്നു നിങ്ങളുടെ മീഡിയ നിന്ന് കിട്ടി. ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ്. അതിനുശേഷം ഇപ്പം ഞങ്ങളൊരു പുതിയ സിനിമയുടെ വർക്കിലാണ്. ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നമ്മൾ ചെയ്തായിരുന്നു. ചെയ്ത് കഴിഞ്ഞു. ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിലെ താരങ്ങളെ വെച്ചുകൊണ്ടുള്ള ഒരു ത്രില്ലർ മൂവിയാണ്. ഓൾമോസ്റ്റ് 1 hour. ഞങ്ങൾ ആമസോൺ പ്രൈമിലാണെന്ന് തോന്നുന്നു റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്നത്തേക്കാണെന്ന് അറിയോ? അത് മേ ബി ഇൻ 2 months. 2 months. ഓ, അപ്പോൾ ഞാൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. കാരണം ഐ ലവ് യു എനിക്ക് തോന്നുന്നു അമേരിക്കയിലുള്ള മിക്കവാറും ആൾക്കാർ കണ്ടിട്ട് കണ്ടാവും. ഐ ലവ് യു എന്ന് പറഞ്ഞ സീരിയൽ, ഷോർട്ട് ഫിലിം. അത് നമ്മുടെ മിഷേലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? മിഷേൽ, പിന്നെ വേറെ ആരൊക്കെയായിരുന്നു? മിഷേൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പൊന്നൂസ് പറഞ്ഞ ക്യാരക്ടർ ധനീഷ്. അത് എല്ലാം നമ്മൾ പുതിയ ആൾക്കാരാണ് വെച്ചത്. പക്ഷെ അവർക്കെല്ലാം മിഷേലൊക്കെ അതിന് ശേഷം സിനിമകളിൽ, മലയാള സിനിമയിൽ പോയി നല്ല രീതിയിൽ ഒരുപാട് റോൾസ് ഒക്കെ ചെയ്യാൻ എനിക്കൊരു വേഷം തരാം. അങ്ങനെയാണ് എനിക്ക് തീർച്ചയായിട്ടും നമുക്ക് അവർക്കെല്ലാം ടാലന്റ് ഉണ്ടെന്ന് നമ്മുടെ ഒരു പ്രോജക്റ്റിൽ അവർ വന്നു എന്നുള്ളതും അതിന് നമുക്കൊരു നിമിത്തമായത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം നാളെയൊക്കെ അവരൊക്കെ ഒരു നിലയിലെത്തുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതൊക്കെ. തീർച്ചയായിട്ടും ജിനു, അന്ന് ഞാൻ പറഞ്ഞാണ്, ജിനു ഈ ഓൺലൈൻ മാധ്യമ രംഗത്ത് സത്യം പറഞ്ഞ ഒരു ടൈക്കൂണാണ്. അപ്പം ഭാവിയിൽ ഇപ്പോഴത്തെ കാലത്ത് ഈ ഓൺലൈൻ മീഡിയാസ് ആണല്ലോ ഇത്ര നല്ല ബൂസ്റ്റപ്പ് ചെയ്ത് നിൽക്കുന്നത്. സത്യസന്ധമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സ്വാർത്ഥ ലാഭവുമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന മീഡിയയാണ്. അത് തീർച്ചയായിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെ എന്താണ് WMCനെ കുറിച്ച് പറയുന്നത്? എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് സത്യം പറഞ്ഞാൽ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ജോൺസൺ നൈറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ജോൺസൺ മാസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളത്തിൻ്റെ കിങ് ഓഫ് മെലഡീസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മനോഹരമായ ഒരു 2.5 മണിക്കൂർ ഷോ ആണ് നമ്മൾ ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായ, എന്നാൽ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരുപാട് മെലഡീസ് ക്രിയേറ്റ് ചെയ്ത ജോൺസൺ മാസ്റ്ററിൻ്റെ ബഹുമാനാർത്ഥം നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന് വേൾഡ് മലയാളി കൗൺസിൽ മുൻകൈ എടുത്തു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യകരമായ ഒരു കാര്യമാണ്. അത് ഞാൻ ഉൾപ്പെടെ ഒരുപാട് സിംഗേഴ്സിനോട് പാടുന്നുണ്ട്. ആ പ്രോഗ്രാം നയിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്ന സർവേഷനോട് നന്ദി പറയുന്നു. വേൾഡ് മലയാളി കൗൺസിലിന് ഒരു വലിയ നന്ദി. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി ഒന്ന് ഏതെങ്കിലും ഒരു പാട്ട് പാടാം, അല്ലെങ്കിൽ ജോൺസൺ മാഷിൻ്റെ തന്നെ ഏതെങ്കിലും പാട്ട് പാടി മതി. പിന്നെ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അടിപൊളി എന്നും പറയുന്നില്ല, അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾ ഇവിടെ ഇരുന്ന് കേൾക്കും എന്തൊക്കെ പാട്ടുകൾ. എനിക്ക് കുറേ പാട്ടുകൾ ഉണ്ടല്ലോ അല്ലേ? കുറച്ച് ഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കാണിച്ച് ഞങ്ങൾ ഇവിടുന്ന് സപ്പോർട്ട് അങ്ങോട്ട് തരാം. അപ്പോൾ അടിച്ചു പൊളിക്ക്. കാരണം എനിക്കറിയാം എപ്പോഴും സ്റ്റേജിൽ കയറുമ്പോൾ ഇളക്കി മറിക്കാറുണ്ട്, പുറത്തൊക്കെ ഇറങ്ങി ചാടി വന്ന് എല്ലാവരും ഒന്ന് സെറ്റ് ആക്കാറുണ്ട്. അപ്പോൾ അതും ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ മെലഡീസ് ആണ് കൂടുതൽ, എങ്കിലും നമ്മൾ അന്തിക്കടപ്പുറത്തൊക്കെ പാടുന്നുണ്ട്. അത് മതി. ഓക്കെ ശരി. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവിധ ആശംസകളും. അപ്പോൾ നമ്മൾ ഒന്നിച്ചടിച്ചു വിളിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ശബരിയങ്ങളെ കണ്ട് സംസാരിച്ചു. ഞാൻ ആദ്യമായിട്ട് പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ നല്ല സൂപ്പർ പാട്ടാണെന്ന് മനസ്സിലായി. അടിപൊളി സിംഗർ. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യമേ അവർ റിഹേഴ്സൽ ചെയ്യുന്നതാണ് കാണുന്നത്. അടിപൊളിയായിട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പം ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പാട്ടൊക്കെ തുടങ്ങും. അപ്പം എനിക്കൊന്ന് ഒരു 19-20 പരിപാടികളുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഫ്യൂഷൻ കുറേ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഫുള്ള് കാണിച്ചതും ബോറടിപ്പിക്കത്തില്ല കേട്ടോ. ഫുള്ള് പാട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ കാണാം. ഏതായാലും ഫുള്ള് കാണിച്ചതും ബോറടിപ്പിക്കില്ല അല്ലേ? അത് തന്നെ. അപ്പം ബാക്കിയുള്ള പരിപാടികളും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അല്ലേ? അതോട് പോയാലും ഇനി ഒന്ന്. ഹലോ, എന്താ പേര്? നിമ്മി.
അഞ്ജലി. അഞ്ജലി പാട്ടുകാരാണ് രണ്ടുപേരും. അല്ല, ഞാൻ പാട്ട് പാടാറില്ല. ഓ ഡാൻസറാണ്. അപ്പൊ ഡാൻസ് ഉണ്ടോ? ഡാൻസ് ഇല്ല. ഞാൻ ഇന്ന് MC ചെയ്യണത് ഞാനാ. ഓ അപ്പം അതാണ് ഇന്നത്തെ ഒരു മെയിൻ ഹൈലൈറ്റ്. അതെ. അപ്പം ഏതൊക്കെ പാട്ടാണ് പാടാൻ പോകുന്നത്? പാട്ടുകൾ മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് തന്നെ എല്ലാം ജോൺസൺ മാസ്റ്ററിനായിട്ടാണ്. ജോൺസൺ മാസ്റ്റർ പാട്ടുകൾ എല്ലാം പാടും. ഫീമെയിൽ സോങ്സ് 4-5 പാട്ട് പാടും. അപ്പോൾ നമുക്ക് നല്ലൊരു ഗായികയും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കത്തി വെച്ച് നോക്കാം. അപ്പോൾ ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് ആനി എബ്രഹാം. ആനി എബ്രഹാം. ചേച്ചി പാട്ട് പാടുമെന്ന് പറഞ്ഞു, ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞു. ഇന്നിവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് ശരിക്കും എനിക്ക് ഡാൻസാണ് മെയിനായിട്ട്. പിന്നെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ അതോ? ഇല്ല, പഠിക്കുന്നേ ഉള്ളൂ. സ്റ്റുഡൻ്റ് ആണ്. ലൈഫ് ലോങ് സ്റ്റുഡൻ്റ്. പാട്ടും പഠിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ പാടിയല്ലേ പഠിക്കണേ, അതുകൊണ്ട് പാടാന്ന് കരുതി. ഓക്കെ. അപ്പം എന്തൊക്കെ ഇന്ന് മൊത്തം മെലഡി സോങ്സ് ആണല്ലോ നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത് ജോൺസൺ മാഷിന്റെ? ഇന്ന് 2 പാട്ട് പാടുന്നുണ്ട്. ഒന്ന് ഡുവറ്റാണ്, ഓക്കെ, പ്രയർ സോങ്. ഡുവറ്റ് ആരുടെ? ഞാനും സെർലിയും കൂടെ. ഓക്കെ. അടുത്തത് പിന്നെ രണ്ടാമത് അത് പ്രയർ സോങ് ഡുവറ്റാണ്. രണ്ടാമത്തത് ദൂരെ ദൂരെ സാഗരം തേടി എന്നുള്ള വരവേൽപ്പിലെ പാട്ട്. അപ്പൊ അത് രണ്ടുമാണ് ഇന്ന് ഇവിടെ പാടാൻ അതാണ് പാടാൻ പോണേ. ഓക്കെ. അപ്പൊ ഇവിടെ എവിടെയാണ് താമസിക്കുന്നത്? ന്യൂജേഴ്സി അതോ ഫിലാഡൽഫിയ? ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റേ ഉള്ളൂ. അപ്പൊ നമ്മളെല്ലാം അടുത്ത നാട്ടുകാർ തന്നെയാണ്. അപ്പൊ നമ്മൾ അടുത്തടുത്താ, കുഴപ്പമില്ല. ഞങ്ങൾ എൽക്കിൻസ് പാർക്കിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ പിന്നെ അടുത്തടുത്താ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി 2 വരി പാട്ട് പാടാമോ? നാണിക്കാണോ? നാളെ വരുന്നു. ദൂരെ ദൂരെ സാഗരം തേടി പൊക്കുവയിൽ പൊന്നാളം ഈറനായി നിലാവിൻ ഇതളും താനേ തെളിഞ്ഞ രാവും ഈറനായി നിലാവിൻ ഇതളും താനേ തെളിഞ്ഞ രാവും ദൂരെ ദൂരെ സാഗരം തേടി പൊക്കുവയിൽ പൊന്നാളം. അടിപൊളി. ഇന്ന് മൊത്തം നമ്മൾ കലാകാരന്മാരുടെ ഇടയിലേക്കാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇന്ന് പാട്ടും കൊണ്ട് അങ്ങ് എല്ലാം ഒരു എന്താ ആഘോഷമായിരിക്കും അല്ലേ? ആണ്. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ വേറെ വന്നിട്ടുണ്ടല്ലോ പാട്ട് പാടാനൊക്കെ. അപ്പം റെഡിയാണോ? വരാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പാട്ട് പാടാനൊക്കെ റെഡിയാണോ? പേടി ഇതിലുണ്ടോ? ഞാൻ പേടിക്കണം, ഞാൻ പറയുന്ന സപ്പോർട്ട് ചെയ്യണോ? പേടിയുണ്ടല്ലോ, ഇല്ലെങ്കിൽ പാട് കാണാം. അപ്പോൾ ഗുഡ് ലക്ക്. അപ്പോൾ ഞങ്ങൾ പാട്ട് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഷോ എൻജോയ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ കൂടെ WMCയുടെ സാരഥിയുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. ചേച്ചി. ഹലോ, താങ്ക് യു. ചേച്ചിയുടെ പേര്? സിനു നായർ. അപ്പോൾ ചേച്ചിയാണ് നമ്മളെ WMC പെൻസിൽവേനിയ റീജിയന്റെ സാരഥി. എങ്ങനെയുണ്ട് WMCയുടെ ഇതൊക്കെ എങ്ങനെ പോകുന്നു? താങ്ക് യു സോ മച്ച്. വളരെ നന്നായിട്ട് പോകുന്നു. വേൾഡ് മലയാളി കൗൺസിൽ പെൻസിൽവാനിയ പ്രൊവിൻസിന്റെ പ്രസിഡന്റാണ് ഞാൻ. ഞങ്ങൾ കമ്പാരിറ്റീവ്ലി ഒരു ന്യൂ പ്രൊവിൻസ് ആണ്. പക്ഷേ ഒരു നല്ല ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ ഞങ്ങളുടെ ചെയർമാൻ സന്തോഷ്, പിന്നെ സിജു ഞങ്ങളുടെ സെക്രട്ടറി, പിന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എല്ലാവരും കൂടി എൻജോയ് ചെയ്തത്. ചിലടത്ത് ഇരുന്നുമ്പോൾ നമുക്ക് അത് ഇത് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല. ഭയങ്കര ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചു. ഞങ്ങൾ ഇതൊരു നല്ല പെട്ടെന്ന് ചെയ്തൊരു പ്രോഗ്രാമാണ്. പക്ഷേ ഇൻ വിസ്റ്റ് ഓഫ് ദിസ് പാൻഡമിക്കിൻ്റെ ഇതിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ എന്തായാലും ഞങ്ങൾ പ്ലാൻ ചെയ്തു. പെട്ടെന്ന് പറയാൻ കാരണം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു. പക്ഷേ ഇത് ഒമിക്രോൺ വന്നതുകൊണ്ട് പെട്ടെന്നാണ് ഒമിക്രോൺ വന്നത്. ആ സാഹചര്യത്തിൽ നമുക്ക് അറിയത്തില്ലായിരുന്നു നടക്കുമെന്ന്. എനിവേ 2 വീക്സ് മുമ്പാണ് നമ്മൾ ഈ പ്രോഗ്രാം കൺഫേം ചെയ്തത്. പക്ഷേ ആ കൺഫേം ചെയ്ത 14 ഡേയ്സിന് മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവാണ്. ഭയങ്കര എല്ലാവരും പ്രൊഫഷണൽസ് ആണ്. ഇൻ വൺ വേ ഓർ അതർ അവർ ഒന്ന് കലാകാരന്മാർ, ഗായികരാണ്, ഡാൻസുകാരാണ്. നിങ്ങളിപ്പോൾ തന്നെ ഇപ്പോൾ കണ്ടു കാണുമായിരിക്കും. അതെ, അവരെല്ലാം നല്ല ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ നല്ല കണക്ഷൻസ് ഉണ്ട്. എല്ലാവരും പല പല ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം നന്നായിട്ട് അവർക്ക് അമേരിക്ക മുഴുവൻ ഇന്ത്യയിലൊക്കെ നല്ല കണക്ഷൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല ഒരു ക്രീം ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഓരോ പ്രോഗ്രാമിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഇന്ന് നമ്മുടെ ജോൺസൺ മാഷിന്റെ ഒരു ട്രിബ്യൂട്ടിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ 1 ഇയറിലേക്ക് ഞങ്ങൾ ഒത്തിരി പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. May 7th ഞങ്ങളുടെ ഇപ്പോൾ മദേഴ്സ് ഡേ പ്രോഗ്രാം വരുന്നുണ്ട്. പിന്നെ ഒക്ടോബറിൽ ഞങ്ങൾ ഒരു വലിയ ബാങ്കറ്റ്, അത് വിൽ ബി എ ലാർജ് സ്കെയിൽ ആയിരിക്കും, ഒരു ബാങ്കറ്റ് വരുന്നുണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും ഈ കോവിഡ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് പൊളിക്കും.
നിങ്ങൾ വരണം കേട്ടോ, നിങ്ങൾ എല്ലാ പ്രോഗ്രാമും വന്നിരിക്കണം. നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കാണാൻ വേണ്ടി ഓക്കെ, താങ്ക് യു എല്ലാവർക്കും വളരെ താങ്ക്സ്. നിങ്ങൾ വന്നതിന് ഒത്തിരി താങ്ക്സ്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് ഗുഡ് ലക്ക്. ഇനി ഞങ്ങൾ എല്ലാ പ്രോഗ്രാംസിനും വിളിക്കുന്നതായിരിക്കും. വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുന്നത് ഒരു 3 ടയർ സിസ്റ്റം ആണ് സത്യത്തിൽ. ഗ്ലോബൽ ഉണ്ട്, അമേരിക്കൻ റീജിയൻ ഉണ്ട്, പിന്നെ അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഞങ്ങൾ പെൻസിൽവാനിയ എന്ന് പറയുന്നത്. അത് പെൻസിൽവാനിയ പ്രോവിൻസ് ഏകദേശം ഒരു സ്റ്റേറ്റ് വൈസിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോ റീജിയൻസ് ഉണ്ട് ഇവിടെ. ഏകദേശം 13 റീജിയൻസ്, 13 പ്രോവിൻസസ് അണ്ടർ അമേരിക്കൻ റീജിയൻ ഉണ്ട്. ഏകദേശം ഒരു കോണ്ടിനെന്റ് വൈസിലാണ് റീജിയൻസ് വരുന്നത്, പിന്നെ ഗ്ലോബൽ റീജിയനും. അപ്പോൾ നല്ലൊരു ചെയിനായിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് വേൾഡ് ഇതൊരു വലിയ, ഇപ്പോൾ ആൾക്കാർ നമ്മൾ വരുന്നത് WMCയിലേക്ക് എന്തിനു വരുന്നു എന്ന് വെച്ചാൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു കണക്ഷൻസ്, ആൾക്കാരുമായിട്ട് നമുക്കൊന്ന് കണക്റ്റഡ് ആകും. നല്ല മനസ്സുള്ള ഒരു സഹൃദരായ, ഞങ്ങളുടെ പ്രൊവിൻസിലെ ഏറ്റവും വലിയ പ്രത്യേകത സഹൃദരായ കുറേ ആൾക്കാർ. അവർ വന്നിട്ട് ഞങ്ങൾക്ക് റിലീജിയൻ ഇല്ല, ഞങ്ങൾക്ക് കാസ്റ്റ് ഇല്ല, ഒന്നുമില്ല, ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ ഒരു കാര്യങ്ങളും ഞങ്ങൾ നോക്കത്തില്ല. നല്ല സഹൃദയരായ ഒരുപോലെ ഞങ്ങൾ പെരുമാറുന്നു. ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ല, അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല. അങ്ങനെ വലിയ വലിയ പ്രോഗ്രാംസ് നടത്തണമെന്ന് ഞങ്ങൾക്കില്ല. പക്ഷെ നല്ല ചെയ്യുന്നതെല്ലാം നല്ല ഇപ്പൊ ഈ കാണുന്ന പ്രോഗ്രാം പോലെ വലിയ ക്രൗഡ് ഇല്ല. പക്ഷെ ഞങ്ങൾ എല്ലാ ഗൈഡ്ലൈൻസ് എല്ലാ ഭാഗത്തും ന്യൂജേഴ്സി, ന്യൂയോർക്കിലുള്ള എല്ലാ കലാകാരന്മാരും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരുമിച്ചാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മയാണ്. സോ ഗുഡ് ലക്ക് ഫോർ ദ WMC. സാരഥി ഇതേപോലെ ഈ വർഷങ്ങളും നടന്നു പോട്ടെ. എല്ലാവർക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇനി പരിപാടി കാണാം. തീർച്ചയായിട്ടും. അതിന് ചേച്ചി ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? പാട്ട് കേൾക്കാൻ. പാട്ട് പാടുവോ? പിന്നെ എന്തൊക്കെ പറഞ്ഞ പാട്ട് പാടും ഞാൻ. ഓക്കെ, എന്നാ ഒരു പാട്ട്. വേണ്ട, ഒരു 2 പേര് ഞങ്ങൾക്ക് വേണ്ടി. No, seriously, I like music. സിച്ചാൻ ഇത് പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു ഇത് എല്ലാവർക്കും ഓപ്പൺ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു whoever is interested, it's not like for public. അപ്പം ഞാൻ വരാമെന്ന് വിചാരിച്ചു. So I'm here. My husband doesn't like പാട്ട്, ഒരു കലാബോധമില്ല. അത് കാരണം ഞാൻ തന്നെയാണ് അങ്ങനെ തന്നെ ഇടണേ. അടുത്ത മട്ടത്തരം കേൾക്കുക. ഒരു പറഞ്ഞൊരു പാട്ട് പാടാമെന്ന് ചോദിച്ചു. കൂട്ടടിയാണ്. ആരൊക്കെ പാടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ല, എന്നോട് 2-3 വർഷം ചോദിച്ചായിരുന്നു പെർഫോം ചെയ്യാമോ ചെയ്യാന്ന്. ഞാൻ പറഞ്ഞു മിനിമം ഒരു 500 ഓഡിയൻസ് ഇല്ലാതെ ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞ ഒരാളാണ് നിൽക്കുന്നത്. ഗുഡ് ഈവനിങ് എവരിവൺ. ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എല്ലാവരും അവരവരുടെ ചെയറുകളിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം തുടങ്ങാവുന്നതാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ദയവായി വെളിയിൽ നിൽക്കുന്നവർ അകത്തേക്ക് കയറി വന്ന് ചെയറുകളിൽ ഇരിക്കുക. താങ്ക് യു. പാട്ടിന്റെ രാജഹംസം, മെലഡികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ജോൺസൺ മാസ്റ്റർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് WMC പെൻസിൽവേനിയ പ്രോവിൻസ് ഒരുക്കുന്ന ഈ ട്രിബ്യൂട്ട് ജോൺസൺ മാസ്റ്റർ എന്ന ഈ മ്യൂസിക്കൽ ഇവന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും ന്യൂസ് കണ്ടു കാണും. ഇന്നലെ നമ്മളുടെ ഭാരതത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ലതാ മങ്കേഷ്കർ ഇന്നലെ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് ലതാ മങ്കേഷ്കറിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ വേണ്ടി എല്ലാവരും ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് മൗനമായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. പ്രോഗ്രാം ആരംഭിക്കുകയാണ്. WMC പെൻസിൽവേനിയ പ്രോവിൻസ് അഭിമാന പുരസ്സരം ഈ മ്യൂസിക്കൽ പ്രോഗ്രാം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ MC നിമ്മി ദാസ് ആണ്. നിമ്മിയെ ഫിലഡൽഫിയയിലുള്ള മലയാളികൾക്ക് പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു വലിയ സാഹസമാണ്. നിമ്മി അറിയാത്ത ഒരു കാര്യം തന്നെ ഈ കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഭരതം ഡാൻസ് അക്കാദമിയുടെ ഡാൻസ് ടീച്ചർ എന്നുള്ള നിലയിൽ നിമ്മി അറിയാത്ത മലയാളികൾ ആരും കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളുടെ WMC പെൻസിൽവേനിയ പ്രോവിൻസിന്റെ വൈസ് ചെയർപേഴ്സൺ ആണ് നിമ്മി. വളരെ അഭിമാന പുരസ്സരം നിമ്മിയെ ഞാൻ ഈ വേദിയിലേക്ക് MC ആയി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നിമ്മി ദാസ് എവരിവൺ. ഗുഡ് ഈവനിങ് എവരിവൺ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്നേഹം നിറഞ്ഞ സഹൃദയരെ,
ഇന്നത്തെ ഈ സായാഹ്നം നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മളിൽ നിന്നും മൺമറഞ്ഞ ജോൺസൺ മാഷിനെ അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ജോൺസൺ മാഷ് എന്നത് ഒരു കാലഘട്ടത്തിന്റെ സംഗീതമാണ്. നമ്മളിലെ ഗൃഹാതുരത്വം പോലെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ആ നാളുകളിലേക്ക് നമുക്കൊരെത്തിനോട്ടം നടത്താം ഈ സന്ധ്യയിൽ. മലയാള സംഗീതത്തിലെ മികച്ച മോഷ്ടാവ്, നമ്മൾ അറിയാതെ നമ്മുടെ ഹൃദയത്തെ മോഷ്ടിച്ച സംഗീത മാന്ത്രികനാണ് ജോൺസൺ മാഷ്. മലയാള സിനിമയ്ക്ക് പകരം വെക്കാൻ കഴിയാത്ത ജോൺസൺ മാഷിന് വേണ്ടി ഇങ്ങനെ ഒരു മനോഹരമായ സംഗീതാർച്ചന നടത്താൻ അവസരം നൽകിയ WMC പെൻസിൽവേനിയ പ്രോവിൻസ് ഭാരവാഹികളെ ഹൃദയത്തിൽ നിന്നും സ്നേഹത്തിന്റെ പരിനീർപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സംഗീത സായാഹ്നത്തിലേക്ക് കടക്കാം. സമാഗമം എന്ന ചിത്രത്തിന് ONV കുറുപ്പ് സാറിന്റെ രചനയിൽ ജോൺസൺ മാഷ് ഈണം നൽകിയ ഗാനം ദൈവം എന്ന നിത്യസത്യം അതിമനോഹരമായി ഈണമാക്കി. ഹൃദയസ്പർശിയായ ഈ പ്രാർത്ഥനാ ഗാനം നമ്മുടെ മുന്നിൽ ആലപിക്കുന്നതിനായി WMCയുടെ ആക്റ്റീവ് മെമ്പേഴ്സായ ഡോക്ടർ ആനി എബ്രഹാമിനെയും മിസസ് സുർലി ജിമിനെയും വേദിയിലേക്ക് സദയം ക്ഷണിച്ചുകൊള്ളുന്നു. വേൾഡ് മലയാളി കൗൺസിൽ പെൻസിൽവാനിയ പ്രൊവിൻസ് നടത്തുന്ന ശ്രീ ജോൺസൺ മാഷിന്റെ ഗാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നടത്തുന്ന ഈ സംഗീത സായാഹ്നത്തിലേക്ക് എല്ലാവരെയും ഒഫീഷ്യലായി ഞാൻ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജോൺസൺ മാഷിനെ കുറിച്ച് ഞാൻ ഇനി ഒരു എന്താ പറയുന്ന ഒരു എക്സ്പ്ലനേഷനൊന്നും ആവശ്യമില്ല. ഓൾറെഡി നിന്നി അത് ഒരു സുദീർഘമായ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒഫീഷ്യൽസിനെ ഒരു 30 സെക്കൻഡ്സ് കൊണ്ട് ഞാനിത് പരിചയപ്പെടുത്തുന്നു. ഞങ്ങളുടെ ചെയർമാൻ സന്തോഷ് എബ്രഹാം ഒന്ന് വരും. സെക്രട്ടറി സിജു ജോൺ, ട്രഷറർ വിനയ് ജോസഫ്, പിന്നെ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ജസ്റ്റിൻ ആണ്, ഇവിടെ വന്നിട്ടില്ല. ജോയിന്റ് സെക്രട്ടറി ബിനു ഷാജിമോൻ, ജോയിന്റ് ട്രഷറർ കുര്യാക്കോസ്, ഞങ്ങളുടെ സ്വന്തം കുര്യാച്ചൻ, പിന്നെ നമ്മുടെ വൈസ് ചെയർമാൻ ആണ് നിമ്മി, ഞങ്ങളുടെ ഹെൽത്ത് ഫോറം ചെയർ ആനി, ഇങ്ങനെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വിമൻസ് ഫോറം ചെയർ ടാനിയ, സ്പോർട്സ് കോർഡിനേറ്റർ രഞ്ജിത്ത്, എല്ലാവരും ഇവിടെ ഹൈഡ് ചെയ്തിരിക്കുക. അറ്റ്ലീസ്റ്റ് ഒന്ന് എഴുന്നേക്ക് നിൽക്കൂ പ്ലീസ്. പിന്നെ അമേരിക്കൻ റീജിയൻ വിമൻസ് ഫോറം സെക്രട്ടറി മിലി ഫിലിപ്പ്, അമേരിക്കൻ റീജിയൻ വൈസ് പ്രസിഡന്റ് ഷാലു പുന്നൂസ്, ഇവരൊക്കെയാണ് ഞങ്ങളുടെ ഞങ്ങൾ നേതൃത്വം നൽകുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു നല്ല ഫാമിലിയാണ് WMC പെൻസിൽവാനിയ പ്രോവിൻസ്. ഇവിടെ പെൻസിൽവാനിയ ഫിലഡൽഫിയയിലെ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഞങ്ങൾക്ക് പൊളിറ്റിക്സും റിജിയൻസും അങ്ങനത്തെ ഒന്നുമില്ല, നല്ല ഒരു സൗഹൃദം, ഒരു നല്ല ഹൃദയത്തിന്റെ ഉടമകൾ ചേർന്ന് നടത്തുന്ന ഒരു ചെറിയ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ എല്ലാവരെയും, ഇവിടെയുള്ള എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്.
അനുരാഗി ഇതായ കരുണീ പൂക്കൾ മഞ്ചാടി മണി കൊണ്ട് മാണിക്കൂടുന്നിരുന്നു തിന്നാന പാടുന്ന വനമലർക്കിളിയായി മനസ്സ് തന്റെ മനസ്സ് ആരതി പൂങ്കൾ ദൂരെ തുണിയുണർന്നു സുഖദം അഴകാലും അകരാനരയും ഗന്ധർവീണയാവും നീ ദേവി ദൂരെ ദൂരെ സാഗരം തേടി പൂക്കുവയിൽ പൊന്നാളം ആകാശമാകെ കനിമല കലിയുമായി പുലരി പോൽ വരും ആകാശമാകെ കനിമല കലിയുമായി പുലരി പോൽ വരും അപ്പം ഇന്നത്തെ പരിപാടിയെല്ലാം ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. അവസാനത്തെ കലാശക്കോട്ട് വരെ കണ്ടല്ലോ. ഭയങ്കര ട്രിബ്യൂട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലാതെ ചേട്ടൻ്റെ പാട്ട് അടിപൊളിയാണ്. അപ്പോൾ ശബരിമലങ്ങളും അതുപോലെ കുറേ പേരുണ്ടായിരുന്നു, 5-8 പേരുണ്ടായിരുന്നു. അതെല്ലാം കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഞങ്ങൾ ഫുഡും എടുത്തിട്ടുണ്ട്, ഫുഡ് കിട്ടി ഇനി അങ്ങ് പോവാണ്. അപ്പം ഇനി അടുത്തൊരു പുതിയൊരു വ്ലോഗുമായിട്ട് ഞങ്ങൾ വരാം. അതുവരെ ബൈ ബൈ.